രാജ്യത്തെ 1 കോടി ഗ്രാമീണ സ്ത്രീകളെ ലഖ്പതി ദീദിയാക്കിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ശമ്പളം 2 കോടിയിൽ നിന്ന് 3 കോടിയായി ഉയർത്തും. 9 കോടി സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ലഖ്പതി ദീദിയിൽ നിന്നാണ് സ്വാശ്രയത്വം ഉണ്ടായത്. എല്ലാവർക്കും സ്ഥിരം വീടുകൾ നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. 1.47 കോടി യുവാക്കൾക്ക് സ്കിൽ ഇന്ത്യയിൽ പരിശീലനം നൽകി. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന വിപുലീകരിക്കും. കഴിഞ്ഞ 4 വർഷമായി സാമ്പത്തിക വളർച്ച ത്വരിതഗതിയിലായി. യുവശക്തി സാങ്കേതിക പദ്ധതി തയ്യാറാക്കും. 3 റെയിൽ ഇടനാഴികൾ ആരംഭിക്കും. പാസഞ്ചർ ട്രെയിനുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. പ്രധാനമന്ത്രി ഗതി ശക്തി യോജനയ്ക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. ചരക്ക് ഗതാഗത പദ്ധതിയും വികസിപ്പിക്കും. 40,000 സാധാരണ റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരത് ആക്കി മാറ്റും. വിമാനത്താവളങ്ങളുടെ എണ്ണം വർദ്ധിച്ചെന്നും 1000 വിമാനങ്ങൾക്ക് ഓർഡർ നൽകി ഏവിയേഷൻ കമ്പനികൾ മുന്നോട്ടു പോവുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. ജൈവ ഇന്ധനത്തിനായി പ്രത്യേക പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുഗതാഗതത്തിന് ഈ വാഹനങ്ങൾ ലഭ്യമാക്കും. റെയിൽവേ കടൽപാത ബന്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകും. ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം ത്വരിതപ്പെടുത്തും. സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. ടയർ 2, ടയർ 3 നഗരങ്ങളെ വിമാനമാർഗം ബന്ധിപ്പിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.